കാറ്റലിസ്റ്റ് സ്കിൽ ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. വേറെ മഴയൊക്കെ എങ്ങനെയുണ്ട്? അതെയോ? മഴയുടെ കാര്യത്തിൽ ഗണ്യമായ കുറവുണ്ട്. നമ്മളതിൻ്റെ കണക്ക് തന്നെ പറഞ്ഞായിരുന്നു. മഴയ്ക്ക് വേണ്ടി നമ്മൾ നേരത്തെ ഞാൻ പഠിച്ച, നിങ്ങളൊക്കെ എന്നെക്കാൾ ജൂനിയേഴ്സ് ആയതുകൊണ്ട് പഠിച്ചിട്ടുണ്ടാവില്ല, മഴക്കാർ വാനിലേറുമ്പോൾ മയിലാടുന്നു കൗതുകാൽ. മഴക്കാർ കാണുമ്പോൾ മയിലാണ് കൗതുകത്താൽ നൃത്തം ചെയ്യുന്നത്. ഇപ്പം മഴക്കാർ വാനിലേറുമ്പോൾ മന്ത്രി ആടുന്നു കൗതുകാൽ എന്ന് വേണമെങ്കിൽ നമുക്ക് തിരുത്തി എഴുതാം. മഴയ്ക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഇത് ഇന്ത്യ രാജ്യത്തും ലോകത്ത് തന്നെയുള്ളൊരു പ്രതിഭാസമാണ് ഈ മഴ കുറയുമ്പോൾ വരുന്ന രണ്ട് കാര്യം. ഒന്ന്, ജലലഭ്യത കുറയുന്നു. നമ്മളെ ജലവൈദ്യുത പദ്ധതികളിലെ ജലശേഷി കുറയുന്നു. അപ്പോൾ നമുക്ക് ഉൽപ്പാദനം കുറയും. വേറൊരു കാര്യം, മഴ കുറയുമ്പോൾ ചൂട് കൂടും. എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ സയൻസാണ്. അപ്പം നമുക്ക് വൈദ്യുതിയുടെ ഉപഭോഗം കൂടുന്നു. ഇത് രണ്ടുമാണ്. അതിൻ്റെ രണ്ട് സൈഡിലെ എഫക്റ്റ് നമ്മളെ ദോഷമായിട്ട് ബാധിക്കുന്നു. പരിഹരിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമതായിട്ട്, കേരളത്തിന് കിട്ടുമായിരുന്ന 4 രൂപ 29 പൈസയ്ക്ക് കിട്ടുമായിരുന്ന ദീർഘകാല കരാറ് അത് റദ്ദാക്കപ്പെട്ടതാണ് ഇതിൻ്റെ ഒരു പ്രതിസന്ധി. 465 മെഗാവാട്ട്. അപ്പോൾ നമ്മൾ ഈ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് 1000 മെഗാവാട്ടിന് താഴെയാണ്. 600 മെഗാവാട്ടാണ് നമ്മളെ ക്രൂഷ്യൽ ടൈമിൽ, പീക്ക് അവറിൽ നമുക്ക് കുറവ് വരുന്നത്. ആ 425 മെഗാവാട്ട് നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പം നമ്മൾ ഫുട്ബോളിനുൾപ്പെടെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, നമുക്ക് പകൽ സമയത്ത് ഇഷ്ടം പോലെ വൈദ്യുതി ഉണ്ട്. എന്താണ് കാരണം? സോളാറിൽ നിന്ന് കിട്ടുന്നുണ്ട്. പകൽ സമയത്ത് ഉൽപ്പാദനം കൂടുതലാണ്, ഉപയോഗം കുറവാണ് പകൽ സമയത്ത്. അതേസമയത്ത് ഇത് സ്റ്റോർ ചെയ്യാൻ നമുക്ക് സംവിധാനമില്ല. രാത്രിയിലാണ് നമുക്ക് ആവശ്യം വരുന്നത്. പകൽ ചെറിയ പൈസയ്ക്ക് കിട്ടുന്നത്, 1 പൈസയ്ക്ക് വരെ കിട്ടുന്നത്, രാത്രി നമ്മൾ 10 രൂപ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അങ്ങനെയും കിട്ടാനില്ല, രാജ്യത്തൊട്ടാകെ വരുന്നതുകൊണ്ട്. പിന്നെ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ വലിയ വേനൽക്കാലത്ത് കേരള ഗവൺമെൻറ്, അത് ഏത് ഗവൺമെൻറ് ആണെന്നുള്ളതല്ല വിഷയം, ഗവൺമെൻറ് അന്ന് വായ്പ വാങ്ങിയിരുന്നു. അത് കടം എന്ന് പറഞ്ഞാൽ പച്ചക്കടമാണ്, സാപ്പ് എഗ്രിമെൻ്റ് എന്ന് പറയും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ വായ്പ വാങ്ങിയ വൈദ്യുതിയുണ്ട്. അത് ജൂൺ 15 മഴ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് വായ്പ വാങ്ങുന്നത്. അത് നമ്മൾ തിരികെ കൊടുക്കുകയാണ്. സെപ്റ്റംബർ 15 വരെ തിരികെ കൊടുക്കണം. ഏപ്രിൽ മാർച്ച് മാസങ്ങളിലേക്ക് വാങ്ങിയത് ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ നമ്മൾ തിരികെ കൊടുത്ത് തീർക്കണം. ഇതുവരെ തിരികെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാവുന്നത് അധിക വില കൊടുത്തു. പകൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങൾ വാങ്ങുമ്പം പകലും രാത്രിയിലേക്കാണ് വാങ്ങുന്നത്. അപ്പോൾ വിൽക്കുന്ന ആളുകൾ പകൽ സമയത്ത് അവർക്ക് എടുക്കുന്നില്ലെങ്കിൽ, അവരുടെ സാധനം എടുക്കുന്നില്ലെങ്കിൽ അവർ വില കിട്ടില്ലല്ലോ. അപ്പോൾ അവർ രാത്രിയും പകലും എടുക്കുന്ന സ്ഥാപനങ്ങളെയോ സംസ്ഥാനങ്ങളെയാണ് അവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് കൊടുക്കുന്നത്. നമ്മളതുകൊണ്ട് രാത്രിയും പകൽ ആവശ്യമില്ലാത്തതും കൂടെ വാങ്ങാൻ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. അതിനിപ്പം ഇന്നലെ കിട്ടിയിരിക്കുന്ന കമ്മീഷൻ അനുവാദം കിട്ടിയിരിക്കുന്ന ആ സ്കീമിൽ നമ്മൾ 200 മെഗാവാട്ട് വാങ്ങുമ്പോൾ തന്നെ 850 കോടി രൂപ അതിനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതൊരു പാക്കേജായിട്ടാണ് വാങ്ങുന്നത്. കാരണം അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല, രാത്രി കിട്ടില്ല. അത് കൂടുതൽ പൈസ ചെലവഴിക്കേണ്ടി വരുന്നു രാത്രിക്ക് വേണ്ടി. അത് ഉണ്ടാക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു 850 കോടി രൂപ ആ ഒരു പർച്ചേസ് സ്കീമിൽ തന്നെ നമുക്ക് ചെലവ് പ്രതീക്ഷിക്കാം. അവർ സമരം ചെയ്യേണ്ടത് ഈ ദീർഘകാല കരാർ റദ്ദാക്കിയവർക്ക് അത് പാലിക്കാനോ നടപ്പിലാക്കാനോ അന്നത്തെ ഗവൺമെന്റ് തയ്യാറായില്ല, പിണറായി ഗവൺമെന്റ് തയ്യാറായില്ല. അവർക്കെതിരെയാണ് സമരം ചെയ്യുന്നത്. നന്നായിട്ട് കാണാനാ നമ്മൾ ആഗ്രഹിക്കുന്നത്, അറേഞ്ച്മെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ സാധാരണഗതിയിൽ ഇപ്പോൾ പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ അറേഞ്ച്മെന്റും ചെയ്യുന്നുണ്ട്. അധിക വില കൊടുത്തും ഈ ദിവസം രാത്രിയും പകലും നമുക്ക് പവർ സപ്ലൈ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, നടപ്പിലാവും. അതിപ്പോൾ പകൽ സമയത്ത് ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ്. ലോകകപ്പ് വരുമ്പോഴും കൂടുതൽ സമയം ഉപയോഗിക്കുന്നുണ്ട്, പീക്ക് അവറിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ മാത്രമായിട്ട് പ്രത്യേകം തരംതിരിച്ചിട്ടുണ്ടാവും. ഞാൻ ഏതായാലും ചോദ്യം മനസ്സിലായിരുന്നു. മണിയാശാന് ഞാൻ ശിഷ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറയാൻ എൻ്റെ നാവിന് ശക്തിയില്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം മന്ത്രിയായിരുന്നല്ലോ, ഗവൺമെന്റ് ഉണ്ടായിരുന്നല്ലോ. വാട്ട് ദേ ഹാവ് ഡൺ? എന്ത് ചെയ്തു? പവർ കട്ട് ഉണ്ടായിരുന്നു. ഞാൻ തന്നെ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ഈ ഗവൺമെന്റിന്റെ കാലത്ത് അതിന് മുൻപായിട്ട് ഏപ്രിൽ മാസത്തിൽ പവർ കട്ട് ഇല്ലായിരുന്നു. കൃഷ്ണൻകുട്ടിക്കെതിരെ വിമർശനം വന്നില്ലേ? ഞാൻ നിയമസഭയിൽ പറഞ്ഞല്ലോ, ഏപ്രിൽ 22 മുതൽ 27 വരെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നു. മെയ് 11, 12 തീയതികളിലുണ്ടായിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്ന്
ഗവൺമെൻറ് വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തത് മെയ് 18-നാണ്. എനിക്ക് ആ ചാർജ് കിട്ടുന്നത് അതിന് ശേഷമാണ്. ആ സമയത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ KSUവിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കളൊക്കെ പറഞ്ഞിരുന്നത് ഇതൊരു പവർ കട്ടാണെന്നാണ്. ഇപ്പോൾ പറയുന്നത് അത് പവർ കട്ടല്ല, അത് അതിനൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ച് എല്ലാ നിയന്ത്രണത്തെയും ഒരു കാറ്റ് വന്ന് മരം വീണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാലും അതിന് പവർ കട്ടെന്നാണ് ആളുകൾ വിളിക്കുന്നത്. ടെക്നിക്കലി അതിന് വേറെ ഡെഫിനിഷനൊക്കെ ഉണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഇല്ല, അതൊക്കെ യോജിച്ചു പോകാനുള്ള നടപടികൾ സ്വീകരിക്കും. അതൊക്കെ അവസാനിപ്പിക്കണം, യോജിച്ചു പോകണം. വിമർശനങ്ങളൊക്കെ പാർട്ടിക്കകത്ത് ഒതുക്കി നിർത്തണം. പരസ്യ വിമർശനങ്ങളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പറയാനുള്ള കാര്യങ്ങൾ പാർട്ടിക്കകത്ത് പറയാം. എന്നോട് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, അവർ ചില പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് ചർച്ചയിലൂടെ പരിഹരിക്കാവുന്നേ. ഇതിനകത്ത് ഈ വൈദ്യുതി മേഖലയെ ബന്ധപ്പെട്ട് കർണാടക അധികമായി വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു. അപ്പൊ അത് വാങ്ങാൻ ഏതെങ്കിലും തരത്തിൽ നടക്കുന്നത് ഒരു കാര്യമുണ്ട്. ഇതൊന്നും ഞാൻ ചോദിച്ചോട്ടെ, നേരത്തെ ചോദ്യത്തിന് അർജുന്റെ ചോദ്യത്തിനും കൂടെ മറുപടി പറഞ്ഞേക്കാം. മണിയാശാൻ എവിടെ പോയിട്ടാ ആരോടാ സംസാരിച്ചത്? അല്ല, അദ്ദേഹം പറഞ്ഞല്ലോ മന്ത്രി പോയിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞല്ലോ. മണിയാശാൻ എവിടെ പോയിട്ടാ? കൃഷ്ണൻകുട്ടി ചേട്ടൻ എവിടെ പോയിട്ടാ സംസാരിച്ചത്? അല്ല, അദ്ദേഹം വിമർശിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, പിന്നെ പവർ പർച്ചേസിനൊക്കെ ഒരു രീതിയുണ്ട്, വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് ഞാൻ ചെയർമാൻ രാജമാണിക്യം IASനെ എല്ലാ ദിവസവും രാവിലെ എൻ്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി വൈദ്യുതിയുടെ ഇന്നത്തെ ബോർഡ് ഡയറക്ടേഴ്സിനെ എല്ലാ ദിവസവും അടിയന്തര സാഹചര്യത്തിൽ എല്ലാ ദിവസവും വിളിച്ചു വരുത്തി, ഇന്നലെയും വിളിച്ചു വരുത്തി അവരുമായിട്ട് ആവശ്യമായ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് ചർച്ച ചെയ്യുന്നുണ്ട്. ആ കാര്യമൊന്നും എല്ലാ ദിവസവും പത്രങ്ങളിൽ കൊടുക്കുന്നില്ല. മന്ത്രി ചെയ്യുന്നതും ബോർഡ് ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളും പത്രത്തിൽ കൊടുക്കുന്നില്ല. ആവശ്യമായ കാര്യങ്ങൾ നിങ്ങളെ പല സമയത്ത് മാധ്യമങ്ങളെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളും ഈ കാര്യത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രയാസം ഏതെങ്കിലും ഗവൺമെൻറ് മാറിയതുകൊണ്ടോ മന്ത്രി വന്നതുകൊണ്ടോ അല്ല, കാലാവസ്ഥകളിൽ വന്ന മാറ്റമാണ്. ഒരു കാര്യം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കേരളം നമുക്ക് ഇത്രയും ജലസമ്പത്തുണ്ടായിട്ട് നമുക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. നമുക്കിപ്പോൾ ആകെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന 1600 മെഗാവാട്ടാണ്. 4700, 5000 അതിൻ്റെ മുകളിൽ മെഗാവാട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് ഇതുവരെ എല്ലാ കൊട്ടിഘോഷിക്കുമ്പോഴും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന 1600 1700 മെഗാവാട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ബാക്കി 650 നമ്മൾ ദീർഘകാല കരാറാണ്. 150 മെഗാവാട്ട് ഹ്രസ്വകാല കരാറിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ എല്ലാ അവകാശവാദങ്ങളും ഉന്നയിക്കുമ്പോഴും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന 1600. ഞാൻ നാളെ ഏതായാലും ശ്രീകണ്ഠപുരത്തെ ബസ് പ്രൊജക്റ്റും മയിലാട്ടിയിലെയും മുള്ളേരിയയിലെയും ബസ് സംവിധാനം, ബസ് എന്ന് പറഞ്ഞാൽ ബാറ്ററി എനർജി സ്റ്റോറേജ്, അത് പഠിക്കാൻ വേണ്ടി വേഗത്തിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഇത് കൂടുതലായിട്ട് എല്ലാവരെയും പഠിപ്പിക്കാൻ ബാധ്യസ്ഥരാവും, പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാവും. കർണാടക മന്ത്രി എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അതാരാ? കർണാടകത്തിലെ വൈദ്യമന്ത്രി ആരാന്നറിയോ? KJ ജോർജാണ്. അദ്ദേഹം ഇന്നലെ 2 പ്രാവശ്യം എന്നോട് ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ അവിടെ നിന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തരും. ആ സമയത്തിന് തീർക്കാനാണ് പ്ലാൻ ഇടുന്നത്. അത് അവർക്ക് വളരെ ശക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്നോട് ചെയർമാൻ പറഞ്ഞത് തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ നടപടി എടുക്കുന്നതാണ്. തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നടപടി ഒഴിവാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നാളെ ആ 3 സ്ഥലവും സന്ദർശിക്കുന്നത്. സന്ദർശിച്ച് എന്താണെന്ന് വിലയിരുത്തി അതിനെ ഡയറക്ടറും പ്രത്യേകിച്ച് ജനറേഷൻ്റെ ഡയറക്ടറോടും അതിൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന്മാർ CE ഉൾപ്പെടെയുള്ളവരോടും കൂടി വരാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാന്ന് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞു എപ്പോഴാ വിജയ് വേണ്ട പറഞ്ഞു? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഞാനിപ്പം ഇരിട്ടിയിലേക്ക് വന്ന് നിങ്ങൾ എന്നെ കാണേണ്ടി അത്രയേ ഉള്ളൂ. ബാരാപ്പോൾ അത് ചോദിച്ചത് നന്നായി ഉന്മേഷേ. നേരത്തെ അവകാശവാദം പറഞ്ഞില്ലേ, ബാരാപ്പോൾ എപ്പോഴാണ് കേടായത്? 1 വർഷം കഴിഞ്ഞില്ലേ? കഴിഞ്ഞ ജൂണിലല്ലേ? കഴിഞ്ഞ ജൂണെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞതല്ല, 2025 ജൂണിൽ പ്രവർത്തന രഹിതമായ ബാരാപ്പോൾ നവീകരിച്ച് അതിൻ്റെ റിപ്പയർ വർക്ക് നടത്തി 1 വർഷം എടുത്തിട്ടും അതിൻ്റെ പഠനം പൂർത്തിയാക്കുകയോ ഉൽപ്പാദനം നടത്തും. 40 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ആവശ്യം വരുന്നതിൻ്റെ 10-1. ആ 40 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ബാരാപ്പോളിനെ അവരെ അവഗണിച്ചു. ഞാനവിടെ പോയി സന്ദർശിച്ചു. നേരത്തെ മന്ത്രിയുടെ കൂടത്തിൽ പോയി സന്ദർശിച്ചു. അപ്പോൾ മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ വീണ്ടും പോയി സന്ദർശിച്ചു. അപ്പോൾ അവർ ഡൽഹിയിൽ നിന്ന് പഠന സംഘം വന്ന് അതിൻ്റെ റിപ്പോർട്ട് ചോദിച്ചു, പലവട്ടം ചോദിച്ചു. ഇന്നലെ ഞാൻ സംസാരിച്ചു.
വാരാപ്പോളിൽ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി അവിടെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് ഉൽപ്പാദനം വേഗത്തിലാക്കാൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വൈദ്യുതിയുടെ കാര്യം എന്താ, നാളെ പോയിട്ടങ്ങ് തുടങ്ങാൻ പറ്റില്ല. റോഡ് പണിയാണെങ്കിൽ ഇന്ന് തുടങ്ങാം, പാലമാണെങ്കിൽ തടിപ്പാലം ഇടാം. ഇത് വൈദ്യുതിയല്ലേ. അതിൻ്റെ സെക്യൂരിറ്റി, അതിൻ്റെ പ്രവർത്തന രംഗത്തുണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കി വെള്ളത്തിൻ്റെ ചോർച്ച പൂർണ്ണമായിട്ടും തടഞ്ഞ് ജനങ്ങളുടെ വീടിനും സ്വത്തിനും നല്ല സുരക്ഷിതത്വം ഉറപ്പുവരുത്തി അടുത്ത മഴക്കാലത്തെങ്കിലും വാരാപ്പോൾ പ്രവർത്തനക്ഷമമാകും. ഈ ചില നിയമനങ്ങളൊക്കെ പേര് നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഏകപക്ഷീയമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചില ആളുകൾ, നേതാക്കൾ പറയുന്നുണ്ട്. ഈ KPCയുടെ ഒക്കെ തന്നെ ആലോചിച്ചിട്ടാണോ ഈ നിയമ നടപടികളൊക്കെ ചെയ്യുന്നത്? ക്യാബിനറ്റിൽ വരുന്നുണ്ട്, ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. KPC പ്രസിഡന്റ് ഞാനുമായിട്ടും ചർച്ച ചെയ്യുന്നുണ്ട്, മുഖ്യമന്ത്രി ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊരു കമ്മിറ്റിയിലേക്ക് ചർച്ച കൊണ്ടുപോയിട്ടില്ല. ഞാൻ മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കും. ആരാ പറഞ്ഞു? മുൻ മന്ത്രിമാർക്ക് പറയാമല്ലോ, ഈ മന്ത്രിമാരാരും പറഞ്ഞില്ല. KPC ഒന്നു ചേർന്നായിരുന്നല്ലോ, വിജയം മറന്നുപോയോ? പിന്നെ ഡേറ്റ് കിട്ടുന്നില്ല. നേതാക്കന്മാരുടെയൊക്കെ സൗകര്യം നമ്മളെ നോക്കണമല്ലോ. എല്ലാവരും നല്ല ഭരണം വന്നതിൻ്റെ ഉത്തരവാദിത്വമാണ്. എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. വൈദ്യുതിയുടെ പ്രയാസം കൂടെ വന്നപ്പോൾ ആ ഉത്തരവാദിത്വത്തിലാണ് ഞാൻ നിൽക്കുന്നത്. മുഖ്യമന്ത്രി നല്ല തിരക്കിലാണ്, എല്ലാ മന്ത്രിമാരും നല്ല തിരക്കിലാണ്. അതുപോലെ മീറ്റിങ്ങിന് വരേണ്ട അഖിലേന്ത്യാ നേതൃത്വത്തിലെ KC വേണോ ഉൾപ്പെടെയുള്ളവരും പാർലമെന്റ് സമ്മേളനം വരികയാണ്. അല്ലെങ്കിൽ ഞാൻ ഡേറ്റ് ചോദിക്കുന്നുണ്ട്. ഏതായാലും ഒരു യോഗം ഞങ്ങൾ ചേർന്നു, അടുത്ത യോഗം എത്രയും വേഗം ചേരും. ഇന്നിപ്പോ കാണാൻ നിർബന്ധിതരോ? നിങ്ങളൊക്കെ ചോദിക്കൂല ആര് ജയിക്കും. എന്റെ ടീം തോറ്റുപോയി, പോർച്ചുഗൽ തോറ്റുപോയി. ഇനിയിപ്പോ നോക്കാം. ഇപ്പൊ എന്നെ എല്ലാവരും കൂടെ അർജന്റീന ഭാഗത്തേക്ക് ചേർത്തിട്ടുണ്ട്. ജയിക്കുന്ന ആളുടെ കൂടെ നിൽക്കാനാണല്ലോ നിങ്ങൾക്കൊക്കെ താല്പര്യം. കറണ്ട് പോയാലും നമുക്ക് എന്തെങ്കിലും നോക്കാം, പോകാതിരിക്കാം, പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അധിക വില കൊടുത്ത് പകൽ സമയത്തേക്ക് ആവശ്യമില്ലാത്തതും വാങ്ങി രാത്രിയിലെ കളി കാണുന്ന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ പവർ സപ്ലൈ അത് ഇന്ററപ്ഷൻ ഇല്ലാതെ, തടസ്സമില്ലാതെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള 90 മിനിറ്റാണ് സാധാരണ കളി. ഇന്നിപ്പോ ചിലപ്പോ രണ്ടും തുല്യ ശക്തികളായതുകൊണ്ട് എക്സ്ട്രാ ടൈമിലൊക്കെ നീളാൻ സാധ്യത. നോക്കാം, നമുക്ക് ആരാ ഓടിക്കും നോക്കട്ടെ. ഓഫ് സൈഡ് അടിക്കല്ലേ.